അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനുള്ള ക്വസ്റ്റ്യനാണ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിമാൻഡ്. മലയാളത്തില് ചോദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? 10 പോയിന്റുകളാണ് ഇതിന്റെ ആൻസർ. 1. പ്രൈസ് ഓഫ് ദ കമോഡിറ്റി, സാധനത്തിന്റെ വില. 2. ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഉപഭോക്താവിന്റെ വരുമാനം. 3. ടേസ്റ്റ്, പ്രിഫറൻസ്, ഫാഷൻ ഓഫ് ദ കൺസ്യൂമർ, ഉപഭോക്താവിന്റെ അഭിരുചി, താല്പര്യങ്ങൾ, രീതികൾ. 4. പ്രൈസസ് ഓഫ് അതർ കമോഡിറ്റി, മറ്റ് സാധനങ്ങളുടെ വിലകൾ. 5. പോപ്പുലേഷൻ, രാജ്യത്തിന്റെ ജനസംഖ്യ. 6. കൺസ്യൂമേഴ്സ് എക്സ്പെക്ടേഷൻസ്, ഉപഭോക്താവിന്റെ പ്രതീക്ഷകൾ. 7. ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ്, അനുകരണശീലം. 8. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ, പരസ്യ ചെലവ്. 9. ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, വരുമാനത്തിന്റെ വിതരണം. 10. ഈസി ക്രെഡിറ്റ്, വായ്പാ സൗകര്യങ്ങൾ. അപ്പൊ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് നല്ലോണം പറഞ്ഞു നോക്കിയോളൂ എല്ലാവരും. 1. പ്രൈസ് ഓഫ് ദ കമോഡിറ്റി, സാധനത്തിന്റെ വില. 2. ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഉപഭോക്താവിന്റെ വരുമാനം. 3. ടേസ്റ്റ്, പ്രിഫറൻസ്, ഫാഷൻ ഓഫ് ദ കൺസ്യൂമർ, ഉപഭോക്താവിന്റെ അഭിരുചി, താല്പര്യങ്ങൾ, രീതികൾ. 4. പ്രൈസസ് ഓഫ് അതർ കമോഡിറ്റി, മറ്റ് സാധനങ്ങളുടെ വില. 5. പോപ്പുലേഷൻ, ജനസംഖ്യ. 6. കൺസ്യൂമേഴ്സ് എക്സ്പെക്ടേഷൻസ്, ഉപഭോക്താവിന്റെ പ്രതീക്ഷകൾ. 7. ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ്, അനുകരണശീലം. 8. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ, പരസ്യ ചെലവ്. 9. ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, വരുമാനത്തിന്റെ വിതരണം. 10. ഈസി ക്രെഡിറ്റ്, വായ്പാ സൗകര്യങ്ങൾ. അപ്പൊ ഒരാൾ കടയിൽ പോയി സാധനങ്ങൾ ആവശ്യപ്പെടുന്നത് എപ്പോഴും ഇത്രയും പോയിന്റുകൾ ആശ്രയിച്ചായിരിക്കും. 1. സാധനത്തിന്റെ വില, വാങ്ങാൻ ചെല്ലുമ്പോൾ സാധനത്തിന്റെ വില കൂടുതലാണെങ്കിൽ കുറച്ചേ മേടിക്കൂ, വില കുറവാണെങ്കിൽ കൂടുതലായിട്ട് മേടിക്കും. അതാണ് പ്രൈസ് ഓഫ് ദ കമോഡിറ്റി. 2. ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ആ വാങ്ങാൻ പോണ ആളിന്റെ വരുമാനം. വരുമാനം കൂടുതലാണെങ്കിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങും, വരുമാനം കുറഞ്ഞ ആളാണെങ്കിൽ കുറച്ചേ മേടിക്കും. 3. ടേസ്റ്റ്, പ്രിഫറൻസ്, ഫാഷൻ ഓഫ് ദ കൺസ്യൂമർ, കുടുംബത്തിൽ താമസിക്കുന്ന ആളുകളുടെ ടേസ്റ്റ് എങ്ങനെയാണ്, പ്രിഫറൻസ് എങ്ങനെ, ഫാഷൻ, അഭിരുചി എങ്ങനെ, താല്പര്യങ്ങൾ എങ്ങനെ, രീതികൾ എങ്ങനെ, അത് നോക്കി സാധനങ്ങൾ വാങ്ങും. 4. മറ്റ് സാധനങ്ങളുടെ വിലകൾ ആശ്രയിച്ചിരിക്കും വാങ്ങുന്നത്. 5. പോപ്പുലേഷൻ, വീടിലെ ജനസംഖ്യ കൂടിയാണെങ്കിൽ കൂടുതലായിട്ട് സാധനങ്ങൾ വാങ്ങും, കുറച്ചാണെങ്കിൽ കുറച്ചേ വാങ്ങുള്ളൂ. ജനസംഖ്യ കൂടുതലാണെങ്കിൽ വാങ്ങുന്നതിന്റെ അളവ് കൂടും, കുറവാണെങ്കിൽ ജനസംഖ്യ കുറവാണെങ്കിൽ കുറച്ച് വാങ്ങും. അതുകൊണ്ടാണ് പോപ്പുലേഷൻ. 6. ഉപഭോക്താവിന്റെ പ്രതീക്ഷകൾ, ഇംഗ്ലീഷ് കൺസ്യൂമേഴ്സ് എക്സ്പെക്ടേഷൻസ്, വില നാളെ കൂടുമെന്ന പ്രതീക്ഷയാണെങ്കിൽ ഇന്ന് കൂടുതലായിട്ട് വാങ്ങിവെക്കും, മറിച്ച് വില നാളെ കുറയാണെന്ന് അറിഞ്ഞാൽ വാങ്ങുന്നതിന്റെ അളവ് ഇന്ന് കുറച്ച് വയ്ക്കും. ഇതാണ് കൺസ്യൂമേഴ്സ് എക്സ്പെക്ടേഷൻസ്. 7. ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ്, അനുകരണശീലം, അടുത്ത വീട്ടിലെ ആളുകൾ വാങ്ങുന്ന സാധനങ്ങൾ എന്തോ അത് തന്നെ വാങ്ങണമെന്നുള്ള ആഗ്രഹം വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ്, അനുകരണശീലം. 8. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ, ഒരു മുതലാളി ഇഷ്ടംപോലെ പണം പരസ്യങ്ങൾക്ക് ചെലവഴിക്കുകയാണെങ്കിൽ ആ പരസ്യം കൊടുക്കുന്ന സാധനത്തിന്റെ ഡിമാൻഡ് കടകളിൽ കൂടുകയും ഇല്ലെങ്കിൽ കുറയുകയും ചെയ്യും. അതാണ് ഇവിടെ ഏത് വാക്ക്, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ. 9. ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, വരുമാനത്തിന്റെ വിതരണം, രാജ്യത്തെ വരുമാനം എല്ലാവർക്കും ഒരേപോലെയാണ് വീതിക്കുന്നതെങ്കിൽ എല്ലാവരും ഒരുപോലെ വാങ്ങും, മറിച്ച് കുറച്ച് അതുല്യമായിട്ടാണ് വീതിക്കുന്നതെങ്കിൽ വാങ്ങുന്നതിന്റെ അളവ് കുറഞ്ഞിരിക്കും. അതിനാണ് ഇവിടുത്തെ വാക്ക് അഡ്വർടൈസ്മെന്റ്. ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. ലാസ്റ്റ് ഈസി ക്രെഡിറ്റ് മീൻസ് വായ്പാ സൗകര്യങ്ങൾ. വായ്പ തവണ വ്യവസ്ഥയിൽ സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ വാങ്ങുന്നതിന്റെ അളവ് കൂടും, മറിച്ച് രൊക്കം പൈസ കൊടുത്ത് വാങ്ങണമെങ്കിൽ വാങ്ങുന്നതിന്റെ അളവ് കുറയും. ഇതാണ് ഇവിടെ ഏത് വാക്ക്, ഈസി ക്രെഡിറ്റ്. അപ്പൊ ഇനി പറയാം വാട്ട് ആർ ദ ഫാക്ടേഴ്സ്. എല്ലാവർക്കും ഇവിടെ ചെയ്യാൻ നോക്കിയോളൂ. 1. പ്രൈസ് ഓഫ് ദ കമോഡിറ്റി. 2. ഇൻകം ഓഫ് ദ കൺസ്യൂമർ. 3. ടേസ്റ്റ്, പ്രിഫറൻസ്, ഫാഷൻ ഓഫ് ദ കൺസ്യൂമർ. 4. പ്രൈസസ് ഓഫ് അതർ കമോഡിറ്റി. 5. പോപ്പുലേഷൻ. 6. കൺസ്യൂമേഴ്സ് എക്സ്പെക്ടേഷൻസ്. 7. ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ്. 8. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ. 9. ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. 10. ഈസി ക്രെഡിറ്റ്. അപ്പൊ മലയാളത്തില് സാധനത്തിന്റെ വില,
ഉപഭോക്താവിന്റെ വരുമാനം, ഉപഭോക്താവിന്റെ അഭിരുചി, താല്പര്യങ്ങൾ, രീതികൾ, മറ്റ് സാധനങ്ങളുടെ വിലകൾ, പോപ്പുലേഷൻ, ഉപഭോക്താവിന്റെ പ്രതീക്ഷകൾ, അനുകരണശീലം, പരസ്യ ചെലവ്, വരുമാനത്തിന്റെ വിതരണം, ഈസി ക്രെഡിറ്റ്, വായ്പാ സൗകര്യങ്ങൾ. അപ്പൊ ഇംഗ്ലീഷ് പഠിക്കണം. 1 പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, 2 ഇൻകം ഓഫ് ദ കൺസ്യൂമർ, 3 ടേസ്റ്റ്, പ്രിഫറൻസ്, ഫാഷൻ ഓഫ് ദ കൺസ്യൂമർ, 4 പ്രൈസസ് ഓഫ് അതർ കമ്മോഡിറ്റി, 5 പോപ്പുലേഷൻ, 6 കൺസ്യൂമേഴ്സ് എക്സ്പെക്ടേഷൻസ്, 7 ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ്, 8 അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ, 9 ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, 10 ഈസി ക്രെഡിറ്റ്. ഈ ക്വസ്റ്റിന്റെ ആൻസർ പൂർത്തിയാവേണമെന്നൂടെ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യൂട്ടിലിറ്റി? ഉപയുക്തത എന്നാൽ എന്ത്? ഒരു സെന്റൻസ് മാത്രം ആൻസർ. യൂട്ടിലിറ്റി ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഏത് സാധനത്തിനാണോ മനുഷ്യന്റെ ആവശ്യം നിറവേറ്റാനുള്ള കഴിവുള്ളത് ആ വസ്തുവിന് യൂട്ടിലിറ്റി ഉണ്ടെന്ന് പറയാം. വാട്ട് ഈസ് യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. അടുത്തായിട്ട്, വാട്ട് ഈസ് ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി? മൊത്തം ഉപയുക്തതയും സീമാന്ത ഉപയുക്തതയും. വാട്ട് ഈസ് ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി? ടോട്ടൽ യൂട്ടിലിറ്റി മേ ബി ഡിഫൈൻഡ് ആസ് ദ അഗ്രഗേറ്റ് യൂട്ടിലിറ്റി. അഗ്രഗേറ്റ് എന്ന വാക്കിന്റെ വേറെ വാക്ക് ടോട്ടൽ എന്ന് തന്നെ. അഗ്രഗേറ്റ് യൂട്ടിലിറ്റി ഓഫ് all units of a commodity consumed or possessed by an individual. മലയാളത്തില് ഒരു സാധനത്തിന്റെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും കൺസ്യൂമർക്ക് ലഭിക്കുന്ന സംതൃപ്തി. 1 മുതൽ 7 വരെയുള്ള ആപ്പിളാണ് കഴിക്കുന്നതെങ്കിൽ കിട്ടുന്ന സംതൃപ്തി. അപ്പൊ വാട്ട് ഈസ് ടോട്ടൽ യൂട്ടിലിറ്റി? ടോട്ടൽ യൂട്ടിലിറ്റി മേ ബി ഡിഫൈൻഡ് ആസ് ദ അഗ്രഗേറ്റ് യൂട്ടിലിറ്റി ഓഫ് all units of a commodity consumed അല്ലെങ്കിൽ possessed by an individual. ഒരാൾ കഴിക്കുന്ന എല്ലാ യൂണിറ്റിൽ നിന്നും കൂടെ ലഭിക്കുന്ന മൊത്തം സംതൃപ്തി. ഇതാണ് ഏത് വാക്കിന്റെ അർത്ഥം? ടോട്ടൽ യൂട്ടിലിറ്റി. ഇംഗ്ലീഷ് വേണം. ടോട്ടൽ യൂട്ടിലിറ്റി മേ ബി ഡിഫൈൻഡ് ആസ് ദ അഗ്രഗേറ്റ് യൂട്ടിലിറ്റി ഓഫ് all units of a commodity consumed or possessed by an individual. മലയാളത്തില് ഒരു സാധനത്തിന്റെ എല്ലാ അളവുകളിൽ നിന്ന് കിട്ടുന്ന മൊത്തം സംതൃപ്തി. ഇതാണ് ഈ വാക്കിന്റെ അർത്ഥം, ടോട്ടൽ യൂട്ടിലിറ്റി. ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം. വാട്ട് ഈസ് ടോട്ടൽ യൂട്ടിലിറ്റി? ടോട്ടൽ യൂട്ടിലിറ്റി മേ ബി ഡിഫൈൻഡ് ആസ് ദ അഗ്രഗേറ്റ് യൂട്ടിലിറ്റി ഓഫ് all units of a commodity consumed or possessed by an individual. What is marginal utility? Marginal utility is the additional utility derived from the use of last unit of a commodity consumed. Marginal utility is the additional utility derived means emerged means originated from the use of ലാസ്റ്റ് യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി. ഒരാള് അവസാനമായിട്ട് ഉപയോഗിക്കുന്ന സാധനത്തിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ യൂണിറ്റിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തി. ഇതാണ് ഏത് വാക്ക്? മാർജിനൽ യൂട്ടിലിറ്റി. ഇംഗ്ലീഷില് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദ അഡീഷണൽ യൂട്ടിലിറ്റി derived or originated or emerged from the use of last unit of a commodity. Marginal utility is the additional utility derived from the use of last unit of a commodity. In other words, marginal utility is the addition to total utility. Total utility ക്ക് പുറമെ എന്ത് ലഭിക്കുന്നുവോ അതാണ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പൊ രണ്ടെണ്ണം നമ്മൾ ഒന്നുകൂടെ പഠിക്കുന്നു. വാട്ട് ഈസ് ടോട്ടൽ യൂട്ടിലിറ്റി, വാട്ട് ഈസ് മാർജിനൽ യൂട്ടിലിറ്റി? രണ്ട് സെന്റൻസുകൾ. ടോട്ടൽ യൂട്ടിലിറ്റി മേ ബി ഡിഫൈൻഡ് ആസ് ദ അഗ്രഗേറ്റ് യൂട്ടിലിറ്റി ഓഫ് all units of a commodity consumed or possessed by an individual. What is marginal utility? Marginal utility is the additional utility derived from the use of last unit of a commodity. ഒന്നുകൂടെ, total utility may be defined as the aggregate utility of all units of a commodity consumed or possessed by an individual. മലയാളത്തില് ഒരു ഉപഭോക്താവ് കഴിക്കുന്ന മൊത്തം സാധനങ്ങളിൽ നിന്നും, ഒരു സാധനത്തിലെ മൊത്തം
യൂണിറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തിയുടെ പേര് ടോട്ടൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റിക്ക് പുറമെ എന്ത് ലഭിക്കുന്നുവോ അതാണ് മാർജിനൽ യൂട്ടിലിറ്റി. വാട്ട് ഈസ് മാർജിനൽ യൂട്ടിലിറ്റി? മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദ അഡീഷണൽ യൂട്ടിലിറ്റി derived from the use of last unit of a commodity. അവസാനത്തെ യൂണിറ്റ് സാധനത്തിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തി. ഇതാണ് ഏത് വാക്ക്? മാർജിനൽ യൂട്ടിലിറ്റി. ഇതാണ് അഡീഷൻ ടു ടോട്ടൽ യൂട്ടിലിറ്റി. അപ്പൊ ഒന്ന പടി വാട്ട് ഈസ് ടി യു, വാട്ട് ഈസ് എം യു? Total utility may be defined as the aggregate utility of all units of a commodity consumed or possessed by an individual. What is marginal utility? Marginal utility is the additional utility derived from the use of last unit of a commodity. Appo what is total utility? What is marginal utility? What is utility? മൂന്നെണ്ണോന്നുള്ള പടി. Utility is the want satisfying power of a commodity. What is total utility? Total utility may be defined as the aggregate utility of all units of a commodity consumed or possessed by an individual. What is marginal utility? Marginal utility is the additional utility derived from the use of last unit of a commodity. അപ്പൊ മനസ്സിലാവാൻ നോക്ക്. വാട്ട് ഈസ് യൂട്ടിലിറ്റി? നിങ്ങൾ പറയാൻ പറ്റുന്ന നോക്ക്. യൂട്ടിലിറ്റി ഈസ് ദ want satisfying power of a commodity. What is total utility? Total utility may be defined as the aggregate utility of all units of a commodity consumed or possessed by an individual. What is marginal utility? Marginal utility is the additional utility derived from the use of last unit of a commodity. അപ്പൊ മനസ്സിലായ? വാട്ട് ഈസ് യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി ഈസ് ദ want satisfying power of a commodity. What is total utility? Total utility may be defined as the aggregate utility of all units of a commodity consumed or possessed by an individual. What is marginal utility? Marginal utility is the additional utility derived from the use of last unit of a commodity. In other words, it is the addition to total utility. അടുത്ത സ്റ്റഡിങ് ആയിട്ടാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടി യു ആൻഡ് എം യു. വായിക്കേണ്ടത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. 6 പോയിന്റുകളാണ്. വാട്ട് ആർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി? ഒന്ന്, ഈ പടത്തിൽ നിന്ന് കാണാം അല്ലെങ്കിൽ ടേബിളിൽ നിന്ന് കാണാം. വാട്ട് ആർ ദ റിലേഷൻസ്? ഒന്ന്, ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ്. ഈ ടേബിൾ നോക്ക്. ടോട്ടൽ യൂട്ടിലിറ്റി കോളം ഇൻക്രീസസ്. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് വെൻ കൺസംഷൻ ഇൻക്രീസസ്. ആപ്പിന്റെ ഉപയോഗം കൂടിക്കൂടി വരുന്നതോറും ടോട്ടൽ യൂട്ടിലിറ്റി കോളം കൂടിക്കൂടി പോകണം. ഇതാണ് ഫസ്റ്റ് റിലേഷൻ. ഒന്ന്, ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് വെൻ കൺസംഷൻ ഇൻക്രീസസ്. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് വെൻ കൺസംഷൻ ഇൻക്രീസസ്. മലയാളത്തിൽ പറ. ഉപഭോഗം കൂടും തോറും ടോട്ടൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ മൊത്തം സംതൃപ്തി ഉയർന്നുയർന്നു പോകുന്നു. ഇതാണ് ഫസ്റ്റ് റിലേഷൻ. 2, മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസസ് വെൻ കൺസംഷൻ ഇൻക്രീസസ്. മലയാളത്തില് ആപ്പിളിന്റെ ഉപയോഗം കൂടിക്കൂടി പോകുന്തോറും മാർജിനൽ യൂട്ടിലിറ്റി കോളം കുറഞ്ഞു വരുന്നു. നമുക്ക് 25 20 കുറയുന്നു. 15, 10, 5, 0 നെഗറ്റീവ്. അപ്പൊ 2 റിലേഷൻ മനസ്സിലാവുന്ന നോക്കിക്കോളി. 1 എങ്ങനെ? ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് വെൻ കൺസംഷൻ ഇൻക്രീസസ്. മലയാളത്തില് ആപ്പിളിന്റെ ഉപയോഗം കൂടിക്കൂടി പോകുന്തോറും ടോട്ടൽ യൂട്ടിലിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഉയർന്നു വരുന്നു. ഇതാണ് ഫസ്റ്റ് റിലേഷൻ. 2, മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസസ്. മാർജിനൽ യൂട്ടിലിറ്റി കോളം കുറഞ്ഞു വരുന്നു വെൻ കൺസംഷൻ ഇൻക്രീസസ്. ആപ്പിൾ ഓരോന്ന് അധികം കഴിക്കുന്തോറും
മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസസ്. അപ്പൊ രണ്ട് റിലേഷൻ എന്താ പറ? ഒന്ന് ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് വെൻ കൺസംഷൻ ഇൻക്രീസസ്. രണ്ട് മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസസ് വെൻ കൺസംഷൻ ഇൻക്രീസസ്. മൂന്ന് ടോട്ടൽ യൂട്ടിലിറ്റി നെവർ ബിക്കം സീറോ ഓർ നെഗറ്റീവ്. ഒരിക്കലും ടോട്ടൽ യൂട്ടിലിറ്റി കോളത്തില് പൂജ്യമോ മൈനസോ കാണാൻ പറ്റുന്നില്ല. മൂന്നാമത്തെ റിലേഷൻ ടോട്ടൽ യൂട്ടിലിറ്റി നെവർ ബിക്കം, ഒരിക്കലും ആവില്ല സീറോ ഓർ നെഗറ്റീവ്. അപ്പൊ മൂന്ന് റിലേഷൻ മനസ്സിലാവാൻ നോക്കുകയാണെങ്കിൽ, വൺ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് വെൻ കൺസംഷൻ ഇൻക്രീസസ്. രണ്ട് മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസസ് വെൻ കൺസംഷൻ ഇൻക്രീസസ്. മൂന്ന് ടോട്ടൽ യൂട്ടിലിറ്റി നെവർ ബിക്കം സീറോ ഓർ നെഗറ്റീവ്. ടോട്ടൽ യൂട്ടിലിറ്റി ഒരിക്കലും പൂജ്യമോ മൈനസോ ആവുന്നില്ല. നാല് മാർജിനൽ യൂട്ടിലിറ്റി ക്യാൻ ബി സീറോ ഓർ നെഗറ്റീവ്. മാർജിനൽ യൂട്ടിലിറ്റി കോളത്തിൽ മൈനസും വരാം പൂജ്യവും വരാം. മാർജിനൽ യൂട്ടിലിറ്റി ക്യാൻ ബി ആവാം സീറോ ഓർ നെഗറ്റീവ്. അപ്പൊ വാട്ട് റിലേഷൻ 4 പോയിന്റ്. വൺ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് വെൻ കൺസംഷൻ ഇൻക്രീസസ്. മലയാളം മനസ്സിലാവണം. ഒന്ന് ടോട്ടൽ യൂട്ടിലിറ്റി കൂടിക്കൂടി വരുന്നു വെൻ കൺസംഷൻ ഇൻക്രീസസ്. ആപ്പിൾ അധികം കഴിച്ചു വരുന്നു. രണ്ട് മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസസ്. മാർജിനൽ യൂട്ടിലിറ്റി കോളം കുറഞ്ഞു വരുന്നു വെൻ കൺസംഷൻ ഇൻക്രീസസ്. ആപ്പിളിന്റെ ഉപയോഗം കൂടുന്തോറും. മൂന്ന് മാർജിനൽ യൂട്ടിലിറ്റി ക്യാൻ ബി സീറോ ഓർ നെഗറ്റീവ്. മാർജിനൽ യൂട്ടിലിറ്റി കോളത്തിൽ പൂജ്യവും വരും മൈനസും വരും. നാല് ടോട്ടൽ യൂട്ടിലിറ്റി നെവർ ബിക്കം സീറോ ഓർ നെഗറ്റീവ്. ടോട്ടൽ യൂട്ടിലിറ്റി കോളം ഒരിക്കലും പൂജ്യമോ മൈനസോ ആവുന്നില്ല. അഞ്ച് വെൻ ടോട്ടൽ യൂട്ടിലിറ്റി ബിക്കം മാക്സിമം മാർജിനൽ യൂട്ടിലിറ്റി ബിക്കം സീറോ. ടോട്ടൽ യൂട്ടിലിറ്റി കോളം പരമാവധിയിലെത്തി നിൽക്കുമ്പോൾ കറക്റ്റ് മാർജിനൽ യൂട്ടിലിറ്റി നേരത്തെ സീറോ ആയിരിക്കും. അപ്പൊ അഞ്ചാമത്തെ റിലേഷൻ ടോട്ടൽ യൂട്ടിലിറ്റി ബിക്കം മാക്സിമം മാർജിനൽ യൂട്ടിലിറ്റി ബിക്കം സീറോ. അപ്പൊ അഞ്ച് റിലേഷൻ എന്ന് പറയാം. ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം പോയിന്റ് നിൽക്കുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി കറക്റ്റ് സീറോയിൽ വരാം. അപ്പൊ അഞ്ച് റിലേഷൻ ഒന്നുള്ള പറയാം. ഒന്ന് ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് വെൻ കൺസംഷൻ ഇൻക്രീസസ്. രണ്ട് മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസസ് വെൻ കൺസംഷൻ ഇൻക്രീസസ്. മൂന്ന് ടോട്ടൽ യൂട്ടിലിറ്റി നെവർ ബിക്കം സീറോ ഓർ നെഗറ്റീവ്. നാല് മാർജിനൽ യൂട്ടിലിറ്റി ക്യാൻ ബി സീറോ ഓർ നെഗറ്റീവ്. അഞ്ച് വെൻ ടോട്ടൽ യൂട്ടിലിറ്റി റീച്ച് മാക്സിമം മാർജിനൽ യൂട്ടിലിറ്റി ബിക്കം സീറോ. ടോട്ടൽ യൂട്ടിലിറ്റി പരമാവധിയിലെത്തി നിൽക്കുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി കൃത്യമായിട്ടും പൂജ്യത്തിലായി. ആറ് വെൻ ടോട്ടൽ യൂട്ടിലിറ്റി സ്റ്റാർട്ട് ഫാളിംഗ്. ടോട്ടൽ യൂട്ടിലിറ്റി കോളം 75 70 കുറയുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ബിക്കം മൈനസ് ഓർ നെഗറ്റീവ്. ആറാമത്തെ റിലേഷൻ വെൻ ടോട്ടൽ യൂട്ടിലിറ്റി സ്റ്റാർട്ട് ഫാളിംഗ്. എപ്പോഴാണോ ടോട്ടൽ യൂട്ടിലിറ്റി കോളം കുറഞ്ഞു വരുന്നത് അപ്പോഴ് മാർജിനൽ യൂട്ടിലിറ്റി കോളം മൈനസിലോട്ട് പോകും. ടോട്ടൽ യൂട്ടിലിറ്റി എപ്പോഴാണോ താന്നു തുടങ്ങുന്നത്, ഇവിടെ മുതൽ ഇവിടെ വരെ താന്നു തുടങ്ങുന്നു, അപ്പോഴ് മാർജിനൽ യൂട്ടിലിറ്റി കറക്റ്റ് എവിടേക്ക് പോകുന്നു? മൈനസിലോട്ട് പോകും. അപ്പൊ ആ റിലേഷൻ ഞാൻ ഒന്ന് പറയുന്നു, നോക്കിയോ. വൺ വാട്ട് ആർ ദ റിലേഷൻസ് ബിറ്റ്വീൻ TU ആൻഡ് MU? ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. വൺ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് വെൻ കൺസംഷൻ ഇൻക്രീസസ്. രണ്ട് മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസസ് വെൻ കൺസംഷൻ ഇൻക്രീസസ്. മൂന്ന് ടോട്ടൽ യൂട്ടിലിറ്റി നെവർ ബിക്കം സീറോ ഓർ നെഗറ്റീവ്. നാല് മാർജിനൽ യൂട്ടിലിറ്റി ക്യാൻ ബി സീറോ ഓർ നെഗറ്റീവ്. അഞ്ച് വെൻ ടോട്ടൽ യൂട്ടിലിറ്റി റീച്ച് മാക്സിമം മാർജിനൽ യൂട്ടിലിറ്റി ബിക്കം സീറോ. ആറ് വെൻ ടോട്ടൽ യൂട്ടിലിറ്റി സ്റ്റാർട്ട് ഫാളിംഗ്. എപ്പോഴാണോ ടോട്ടൽ യൂട്ടിലിറ്റി താന്നു തുടങ്ങുന്നത് അപ്പോഴ് മാർജിനൽ യൂട്ടിലിറ്റി ബിക്കം മൈനസ് ഓർ നെഗറ്റീവ്. അപ്പൊ ആ റിലേഷൻ ഒന്നും കേട്ടോ. വൺ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് വെൻ കൺസംഷൻ ഇൻക്രീസസ്. ടു മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസസ് വെൻ കൺസംഷൻ ഇൻക്രീസസ്.
3. Total utility never become zero or negative. 4. Marginal utility can be zero or negative. 5. When total utility reach maximum, marginal utility become zero. 6. When total utility start falling, എപ്പോഴാണോ TU കോളം താന്നു തുടങ്ങുന്നത് അപ്പോഴേ marginal utility become minus or negative. What are the relation between 6 പോയിന്റുകൾ? 1. Total utility increases, consumption increases. 2. Marginal utility decreases, consumption increases. 3. Total utility never become zero or negative. 4. Marginal utility can be zero or negative. 5. When total utility reach maximum, marginal utility become zero. Last point, when total utility start falling, marginal utility become negative. ഈ 6 പോയിന്റ് ടേബിളിൽ കാണാം. നോക്കിക്കോളി. 1. Total utility increases. TU കോളം ഇൻക്രീസ് കൂടി വരുന്നു. When consumption increases. ആപ്പിൾ അധികം കഴിച്ചു വരുന്നതോറും ടോട്ടൽ യൂട്ടിലിറ്റി കോളം കൂടി പോകുന്നു. 25 45ലേക്ക് 60. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് വെൻ കൺസംഷൻ ഇൻക്രീസസ്. 2. മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസ്. ഈ കോളം കുറഞ്ഞു വരുന്നു വെൻ കൺസംഷൻ ഇൻക്രീസസ്. ആപ്പിൾ അധികം കഴിച്ചു വരുന്നതോറും മാർജിനൽ യൂട്ടിലിറ്റി കോളം കുറഞ്ഞു വരുന്നു. ഇപ്പൊ രണ്ട് റിലേഷൻ ഒന്നുകൂടെ. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് വെൻ കൺസംഷൻ ഇൻക്രീസസ്. 2. മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസസ് when consumption increases. 3. Total utility never become zero or negative. Total utility കോളത്തിൽ ഒരിക്കലും ഒരു പൂജ്യമോ മൈനസോ കാണാൻ പറ്റില്ല. 4. Marginal utility can be zero or negative. ഇത് രണ്ടും മാർജിനൽ യൂട്ടിലിറ്റി കോളത്തിൽ കാണാൻ പറ്റും. 5. When total utility reach maximum. Total utility കോളം എപ്പോഴാണോ മാക്സിമം പോയിന്റിൽ വന്ന് നിൽക്കുന്നത് മാർജിനൽ യൂട്ടിലിറ്റി കറക്റ്റ് 0 ആയിരിക്കും. ലാസ്റ്റ് 6. വെൻ ടോട്ടൽ യൂട്ടിലിറ്റി സ്റ്റാർട്ട് falling, 75 70ലേക്ക് കുറയുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി കറക്റ്റ് മൈനസ് ആപ്പായി. വാട്ട് ആർ റിലേഷൻ? എല്ലാവരും പറഞ്ഞു നോക്ക്. 1. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് വെൻ കൺസംഷൻ ഇൻക്രീസസ്. 2. മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസസ് വെൻ കൺസംഷൻ ഇൻക്രീസസ്. 3. ടോട്ടൽ യൂട്ടിലിറ്റി നെവർ ബിക്കം സീറോ ഓർ നെഗറ്റീവ്, ബട്ട് മാർജിനൽ യൂട്ടിലിറ്റി ക്യാൻ ബി zero or negative. When total utility reach maximum, marginal utility become zero. Last, when total utility start falling, എപ്പോഴാണോ ടോട്ടൽ യൂട്ടിലിറ്റി കോളം താന്നു തുടങ്ങുന്നത് അപ്പോഴും മാർജിനൽ യൂട്ടിലിറ്റി കറക്റ്റ് മൈനസ് ഓർ നെഗറ്റീവ്. ആ റിലേഷൻ എല്ലാവർക്കും വേണ്ടി കാണും. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ചോദ്യമാണ് എക്സ്പ്ലെയിൻ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. The term utility is derived from the writings of Gaussen and Bentham. നമ്മൾ പഠിക്കാൻ പോണ യൂട്ടിലിറ്റി എന്ന ഈ വാക്ക് അവതരിപ്പിച്ചത് ഗോസൻ എന്നും ബെന്താം എന്നും പറയുന്ന രണ്ടാളുകൾ. ബട്ട് ഇറ്റ് വാസ് ഡെവലപ്ഡ് ആൻഡ് പോപ്പുലറൈസ്ഡ് ബൈ ആൽഫ്രഡ് മാർഷൽ. എന്നാൽ ഈ തിയറിക്ക് വളർച്ച ലഭിച്ചത് ആരുടെ കൈകളിൽ? ആൽഫ്രഡ് മാർഷൽ. അപ്പോൾ സെൻസ് ദ ടേം യൂട്ടിലിറ്റി ഈസ് derived from the writings of ഗോസൻ ആൻഡ് ബെന്താം. നമ്മൾ പഠിക്കാൻ പോണ യൂട്ടിലിറ്റി എന്ന ഈ വാക്ക് അവതരിപ്പിച്ചത് ഗോസൻ എന്നും ബെന്താം എന്ന് പറയുന്ന രണ്ട് ഇക്കണോമിസ്റ്റുകളാണ്. എന്നാൽ ആൽഫ്രഡ് മാർഷലിന്റെ കൈകളിലാണ് ഈ തിയറിക്ക് വളർച്ച ലഭിച്ചത്. ഇംഗ്ലീഷില് ദ ടേം യൂട്ടിലിറ്റി ഈസ് derived from the writings of Gaussen and Bentham, but it was developed and popularized by ആൽഫ്രഡ് മാർഷൽ. ഈ തിയറിക്ക് വളർച്ച ലഭിച്ചത് ആൽഫ്രഡ് മാർഷലിന്റെ കൈകളിലാണ്. വാട്ട് ഈസ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി? ഈ ഒരു സെന്റൻസ് ആണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. വെൻ എ കൺസ്യൂമർ കൺസ്യൂംസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് വൺ കമോഡിറ്റി. വെൻ എ കൺസ്യൂമർ കൺസ്യൂംസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് വൺ കമോഡിറ്റി, ദ യൂട്ടിലിറ്റി ഓർ സാറ്റിസ്ഫാക്ഷൻ ബിക്കം ലെസ് ആൻഡ് ലെസ്. മലയാളത്തിൽ ഒരാള് ഒരേ സാധനം തന്നെ ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ കഴിച്ചു വരുന്തോറും ആ സാധനത്തിൽ നിന്ന് അയാൾക്ക് കിട്ടുന്ന സംതൃപ്തിയുടെ അളവ് ലെസ് ആൻഡ് ലെസ് കുറഞ്ഞു വരുന്നു. ആദ്യത്തെ ആപ്പിൾ കഴിച്ചപ്പോഴ് മാർജിനൽ യൂട്ടിലിറ്റി 25,
ഇതേ ആള് രണ്ടാമത്തെ ആപ്പിൾ എടുത്ത് കഴിച്ചപ്പോൾ 20 കുറയുന്നു. മൂന്നാമത്തെ ആപ്പിളിൽ നിന്ന് കിട്ടുന്നത് 15 മാത്രം. നാലാമത്തെ 10 കുറയുന്നു. അഞ്ചാമത്തെ ആപ്പിളിൽ നിന്ന് 5 മാത്രം. ആറാമത്തെ ആപ്പിളിൽ നിന്ന് ഒരു യൂട്ടിലിറ്റിയും കിട്ടുന്നില്ല, 0. ഏഴാമത്തെ ആപ്പിൾ കഴിക്കുമ്പോൾ ഇയാൾ യൂട്ടിലിറ്റി മൈനസ് ആവുന്നു, മീൻസ് നെഗറ്റീവ് ആവുന്നു, മീൻസ് വൊമിറ്റ് ചെയ്യുന്നു, ഛർദ്ദിച്ചു തുടങ്ങുന്നു ആപ്പിൾ. അപ്പൊ 1, when a consumer consumes more and more unit of one commodity, ഒരാള് ഒരേ സാധനം തന്നെ ഒന്നിൽ കൂടുതൽ യൂണിറ്റ് കഴിക്കുന്തോറും ആ സാധനത്തിൽ നിന്ന് അയാൾ കിട്ടുന്ന സംതൃപ്തിയുടെ അളവ് ലെസ് ആൻഡ് ലെസ് കുറഞ്ഞു വരുന്നു. വാട്ട് ഈസ് ലോ ഓഫ് ഡിമിനിഷിംഗ്? when a consumer consumes more and more unit of one commodity, ഒരാള് ഒരേ സാധനം തന്നെ ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ കഴിക്കുന്തോറും the utility or satisfaction, utility അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ become എങ്ങനെയായി വരുന്നു? ലെസ് ആൻഡ് ലെസ്. ഓരോ ഈ ടേബിളിൽ നിന്ന് വ്യക്തമാണ്, ഓരോ ആപ്പിൾ അധികം കഴിച്ചു വരുന്നതോറും ഇയാൾക്ക് കിട്ടുന്ന സംതൃപ്തി കുറഞ്ഞു വരുന്നു. ഒന്നാമത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ 25. ഇതേ കൺസ്യൂമർ രണ്ടാമത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ 20 കുറഞ്ഞു. മൂന്നാമത്തെ ആപ്പിൾ 15 കുറയുന്നു. നാലാമത്തെ ആപ്പിൾ 10 കുറയ്ക്കുന്നു. അഞ്ചാമത്തെ ആപ്പിൾ 5 കുറയ്ക്കുന്നു. ആറാമത്തെ ആപ്പിളിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി 0, മീൻസ് ഒന്നും തോന്നുന്നില്ല. ഏഴാമത്തെ ആപ്പിളിൽ നിന്ന് നെഗറ്റീവ് ആണ് കിട്ടുന്നത്, മീൻസ് വോമിറ്റിംഗ് ടെൻഡൻസി. അപ്പൊ വാട്ട് ഈസ് ലോ ഓഫ് ഡിമിനിഷിംഗ്? when a consumer consumes more and more unit of one commodity, മലയാളത്തില് ഒരാള് ഒരേ സാധനം തന്നെ ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ കഴിക്കുന്തോറും ആ സാധനത്തിൽ നിന്ന് അയാൾ കിട്ടുന്ന സംതൃപ്തിയുടെ അളവ് ലെസ് ആൻഡ് ലെസ് കുറഞ്ഞു വരുന്നു. അപ്പൊ ഇൻട്രൊഡക്ഷനിലെ 2 സെന്റൻസ് നോട്ട്. The term utility is derived from the writings of Gosson and Bentham, but it was developed by Alfred Marshall. What is now diminishing? When a consumer consumes more and more unit of one commodity, the utility or satisfaction become less and less. ഒരാള് ഒരേ സാധനം തന്നെ ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ കഴിക്കുന്തോറും ആ സാധനത്തിൽ നിന്ന് അയാൾ കിട്ടുന്ന സംതൃപ്തിയുടെ അളവ് ലെസ് ആൻഡ് ലെസ് കുറഞ്ഞു വരുന്നു. when a consumer consumes more and more unit of one commodity, the utility or satisfaction become less and less. ഈ തിയറിയുടെ സങ്കല്പങ്ങൾ എന്ത്? അസംഷൻസ്. 1, all unit of the commodity are homogeneous. ഇയാൾക്ക് കഴിക്കാൻ കൊടുക്കുന്ന യൂണിറ്റ് ആപ്പിളുകളെല്ലാം ഒരേ ലെവലിലുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ആപ്പിൾ തന്നെ ആയിരിക്കണം. അപ്പൊ ഫസ്റ്റ് അസംഷൻ, all unit of the commodity are homogeneous. കഴിക്കാൻ കൊടുക്കുന്ന യൂണിറ്റുകളെല്ലാം ഒരുപോലെ ഇരിക്കണം. 2, ടേസ്റ്റ്, പ്രിഫറൻസ്, ഫാഷൻ ഓഫ് ദ കൺസ്യൂമർ റിമെയിൻ കോൺസ്റ്റന്റ്. ഇയാളുടെ അഭിരുചി, താല്പര്യങ്ങൾ, രീതികൾ ഇവയെല്ലാം സ്ഥിരമായിരിക്കണം. 3, കൺസംഷൻ ഷുഡ് ബി കണ്ടിന്യൂസ്. ഉപഭോഗം എപ്പോഴും തുടർച്ചയായിരിക്കണം. അപ്പൊ വാട്ട് ആർ ദ 3 അസംഷൻ? 1, all unit of the commodity are homogeneous. കഴിക്കാൻ കൊടുക്കുന്ന യൂണിറ്റുകളെല്ലാം ഒരേപോലെ ഇരിക്കണം. 2, ടേസ്റ്റ്, പ്രിഫറൻസ്, ഫാഷൻ ഓഫ് ദ കൺസ്യൂമർ റിമെയിൻ കോൺസ്റ്റന്റ്. ഉപഭോക്താവിന്റെ അഭിരുചി, താല്പര്യങ്ങൾ, രീതികൾ എല്ലാം സ്ഥിരമായിരിക്കുന്നു. 3, കൺസംഷൻ ഷുഡ് ബി കണ്ടിന്യൂസ്. ഉപഭോഗം എപ്പോഴും തുടർച്ചയായിരിക്കണം. ഒന്നാമത്തെ ആപ്പിൾ കഴിച്ച ഉടനെ രണ്ടാമത്തെ കൊടുത്തിരിക്കണം, അതാണ് തുടർച്ച. അപ്പൊ വാട്ട് ആർ ദ 3 അസംഷൻ? 1, all unit of the commodity are homogeneous. 2, taste, preference, fashion of the consumer remain constant. 3, consumption should be continuous. The introduction of the term utility is derived from the writings of Gosson and Bentham, but it was developed by Alfred Marshall. According to Marshall, what is the word meaning? Law of diminishing. When a consumer consumes more and more unit of one commodity, the utility or satisfaction become less and less. ഇതിന്റെ 3 assumptions ഏതൊക്കെയാണ്? 1, all unit of the commodity are homogeneous. 2, taste, preference, fashion of the consumer remain constant. 3, consumption should be continuous. Law of diminishing marginal utility can be explained with the help of table and diagram. ഈ ടേബിളും ഈ ചിത്രവും ഈ തിയറി വ്യക്തമാക്കും. 1, കുത്തിടുന്ന നോക്കിക്കോണം. ആപ്പിൾ നമ്പർ 1 താഴെ യൂട്ടിലിറ്റി 25 ഇവിടെ കുത്തു കൊടുക്കുന്നു. 2, ആപ്പിള് 2 നമ്പർ ഇവിടെ താഴെ 45 നേരെ കൊടുത്തിരിക്കണം.
അങ്ങനെ മൂന്നാമത്തെ ആപ്പിൾ 60 കാണിക്കണം. ഇവിടെ നിന്ന് 3 എടുക്കണം, ഇവിടെ നിന്ന് 60 എടുത്ത് കുത്തിട്ട് നോക്കണം. 4 നാലാമത്തെ ആപ്പിൾ താഴെ നിന്ന് എടുത്തിട്ട് യൂട്ടിലിറ്റി 70 ഇവിടെ കിട്ടുന്നത് നോക്കിക്കോണം. ഇങ്ങനെ കുത്തിട്ട് വരയ്ക്കുന്നത് TU. അപ്പൊ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം രേഖപ്പെടുത്തിയാൽ TU കോളം, ഫസ്റ്റ് കോളം തേർഡ് കോളം രേഖപ്പെടുത്തി നോക്കണം ഇതേപോലെ. അപ്പോഴും കിട്ടുന്നത് MU. ഒന്നുകൂടെ നോക്കിയോ. ഫസ്റ്റ് ആപ്പിൾ 25 ഇതാണ്ട, സെക്കൻഡ് ആപ്പിൾ 20 ഇതാ, ഇവിടെ നിന്ന് 2 എടുത്തിട്ട് കറക്റ്റ് ഇവിടെ 20 ഇതാ നോക്കിക്കോണം. തേർഡ് ആപ്പിൾ 15 ഇതാ കറക്റ്റ് ഇവിടെ കിട്ടും. ആറാമത്തെ ആപ്പിൾ 0 എന്ന് പറയുന്നതായിട്ട് ഈ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് താഴേക്ക് നീട്ടി വരച്ചാൽ മൈനസ്, ഇതാണ് -5 അല്ലെങ്കിൽ -5. വാട്ട് ആർ ദ അസംപ്ഷൻ? നിങ്ങളെ പറയാം, ആൾ യൂണിറ്റ് ഓഫ് ദ കമ്മ്യൂണിറ്റി ആർ ഹോമോജീനിയസ്. കഴിക്കാൻ കൊടുക്കുന്ന യൂണിറ്റുകളെല്ലാം ഒരുപോലെ ഇരിക്കണം. 2 ടേസ്റ്റ്, പ്രിഫറൻസ്, ഫാഷൻ ഓഫ് ദ കൺസ്യൂമർ റിമെയിൻ കോൺസ്റ്റന്റ്. 3 കൺസംഷൻ ഷുഡ് ബി കണ്ടിന്യൂസ്. ഇനി വാട്ട് ആർ ദ ലിമിറ്റേഷൻസ്? ലിമിറ്റേഷൻസ് ആകുമ്പോൾ ഈ തിയറി പൂർണ്ണമാവുന്നു. ശകലം നോട്ടുകളെ ഉള്ള, നല്ലോണം നോക്കി വെച്ചോ. ഒന്നുകൂടെ പറയാം. The term utility is derived from the writings of Gaussen and Bentham, but it was developed by Alfred Marshall. According to Marshall, what is law of diminishing? When a consumer consumes more and more unit of one commodity, the utility or satisfaction become less and less. What are the assumptions? 1. All units of the commodity are homogeneous. 2. Taste, preference, fashion of the consumer remain constant. 3. Consumption should be continuous. What are the limitations? 1. This theory is not applicable in the case of liquor. മദ്യം എന്ന വസ്തുവിന്റെ കേസിൽ ഈ പഠിച്ച തിയറി തെറ്റാണ്. കാരണം when a consumer consumes more and when a drunkard is concerned, ഒരു കുടിയനെ സംബന്ധിച്ചിടത്തോളം when he drink first glass then he like second. ആദ്യത്തെ ഗ്ലാസ് മേടിച്ച് കുടിച്ചുടനെ രണ്ടാമത്തെ ഗ്ലാസിനോടുള്ള താല്പര്യം കൂടി കൂടി വരുന്നു. ഇവിടെ പറഞ്ഞു ഓരോ ആപ്പിൾ അധികം കഴിക്കും തോറും യൂട്ടിലിറ്റി കുറയുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ലിക്കർ എന്ന വസ്തുവില് ഈ തിയറി തെറ്റ്. ദിസ് തിയറി ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ലിക്കർ. ഈ പറഞ്ഞ സിദ്ധാന്തം ലിക്കർ എന്ന വസ്തുവിന്റെ കേസിൽ തെറ്റാണ്. ഇങ്ങനെയാണ് സമർത്ഥിക്കുന്നത്. when a drunkard is concerned, ഒരു കുടിയനെ സംബന്ധിച്ചിടത്തോളം when he drink first glass, എപ്പോഴാണോ ആദ്യത്തെ ഗ്ലാസ് മേടിച്ച് കുടിക്കുന്നത്, then he like second, രണ്ടാമത്തെ ഗ്ലാസിനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരും. ഫസ്റ്റ് ലിമിറ്റേഷൻ, ദിസ് തിയറി ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ലിക്കർ. എങ്ങനെയാണ് സമർത്ഥിക്കുന്നത്? when a drunkard is concerned, when he drink first glass, then he like second. പറയാൻ പറ്റുന്ന നോക്കിക്കോണം. when a drunkard is concerned, ഒരു കുടിയനെ സംബന്ധിച്ചിടത്തോളം when he drink first, ആദ്യത്തെ ഗ്ലാസ് മേടിച്ച് കുടിച്ച ഉടനെ then he like second. രണ്ടാമത്തെ ലിമിറ്റേഷൻ, this theory is not applicable in the case of money, particularly miser. ഒരു കുടിയനെ സംബന്ധിച്ചിടത്തോളം, ഒരു മൈസർ പിശുക്കനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പണത്തിന്റെ കേസിൽ ഈ തിയറി തെറ്റ്. 1000 രൂപ പലിശയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി അല്ല ഒരു മൈസർക്ക് 5000 കൊടുക്കുമ്പോൾ. 5000 കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പണം പലിശയ്ക്ക് കൊടുക്കുമ്പോൾ ആഗ്രഹം അല്ലെങ്കിൽ സംതൃപ്തി 10000. അതാണ് ഈ തിയറി പണത്തിന്റെ കേസിൽ തെറ്റ്. അപ്പൊ 2 പോയിന്റ് ഒന്നുകൂടെ. ദിസ് തിയറി ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ലിക്കർ. എങ്ങനെയാണ്? when a drunkard is concerned, when he drink first glass, then he like second. Second limitation, this theory is not applicable in the case of money, particularly miser. ഒരു പിശുക്കന്റെ കേസിൽ അല്ലെങ്കിൽ പണത്തിന്റെ കേസിൽ ഈ തിയറി തെറ്റ്. 3. This law is not applicable in the case of rare collections. അപൂർവ വസ്തുക്കളുടെ കേസിൽ ഈ തിയറി തെറ്റ്. According to Marshall, when a consumer consumes more and more unit of one commodity, ഒരാള് ഒരേ സാധനം തന്നെ ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ കഴിക്കുന്തോറും ആ സാധനത്തിൽ നിന്ന് അയാൾക്ക് കിട്ടുന്ന സംതൃപ്തിയുടെ അളവ് ലെസ് ആൻഡ് ലെസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. വാട്ട് ആർ ദ അസംപ്ഷൻസ്? 1. ഈ തിയറിയുടെ സങ്കല്പങ്ങൾ എന്ത്? 1. all unit of the commodity are homogeneous. കഴിക്കാൻ കൊടുക്കുന്ന എല്ലാ അളവുകളും ഒരുപോലെ ഇരിക്കണം. 2. ടേസ്റ്റ്, പ്രിഫറൻസ്, പാഷൻ ഓഫ് ദ കൺസ്യൂമർ റിമെയിൻ കോൺസ്റ്റന്റ്. ഉപഭോക്താവിന്റെ അഭിരുചി, താല്പര്യങ്ങൾ, രീതികൾ എല്ലാം ഒരുപോലെ ഇരിക്കണം. 3. കൺസംഷൻ ഷുഡ് ബി കണ്ടിന്യൂസ്.
ഉപഭോഗം എപ്പോഴും തുടർച്ചയായിരിക്കണം. അതായത് ഒന്നാമത്തെ ആപ്പിൾ കഴിച്ച ഉടനെ തന്നെ രണ്ടാമത്തെ ആപ്പിൾ കൊടുക്കണം, രണ്ടാമത്തെ ആപ്പിൾ കഴിച്ച ഉടനെ മൂന്നാമത്തെ കൊടുക്കണം. അതുകൊണ്ട് ഏത് വാക്ക് കൺസംഷൻ ഷുഡ് ബി കണ്ടിന്യൂസ്. നോക്കണം. ഫസ്റ്റ്, all units of the commodity are homogeneous. Second, taste, preference, passion of the consumer remain constant. 3, consumption should be continuous. മലയാളം മനസ്സിലാവണം. കഴിക്കാൻ കൊടുക്കുന്ന എല്ലാ യൂണിറ്റുകളും ഒരുപോലെ ഇരിക്കണം. 2, ഉപഭോക്താവിന്റെ അഭിരുചി, താല്പര്യങ്ങൾ, രീതികൾ എല്ലാം സ്ഥിരമായിരിക്കണം. 3, കൺസംഷൻ ഷുഡ് ബി കണ്ടിന്യൂസ്. ഉപഭോഗം എപ്പോഴും തുടർച്ചയായിരിക്കണം. ഇനി ലാസ്റ്റ് ലിമിറ്റേഷൻസ്. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ്? ഈ തിയറിയുടെ പോരായ്മകൾ, ഈ തിയറിയുടെ പരിമിതികൾ. 1, ദിസ് ലാ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ലിക്കർ. മദ്യം എന്ന വസ്തുവിന്റെ കേസിൽ ഈ തിയറി തെറ്റ്. കാരണം when a drunkard is concerned, ഒരു കുടിയനെ സംബന്ധിച്ചിടത്തോളം when he drink first glass, എപ്പോഴാണോ അയാൾ ആദ്യത്തെ ഗ്ലാസ് വാങ്ങി കഴിക്കുന്നത്, then he like second, രണ്ടാമത്തെ ഗ്ലാസിനോട് ഇഷ്ടം കൂടി കൂടി വരുന്നു. 2, this law is not applicable in the case of money, particularly miser, പണത്തിന്റെ അല്ലെങ്കിൽ പിശുക്കന്റെ കേസിൽ ഈ തിയറി തെറ്റ്. പണം കൂടുതലെത്തുന്നതോറും സംതൃപ്തി കൂടുന്നു, അതാണ് കാരണം. 3, this law is not applicable in the case of rare collections, അപൂർവ വസ്തുക്കളുടെ കേസിൽ. വജ്രം, സ്റ്റാമ്പ്, കോയിൻ ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ ഒരു കുട്ടിക്ക് കിട്ടുന്നതോറും സംതൃപ്തി കുട്ടിക്ക് കൂടി കൂടി വരുന്നതാണ്. 4, യൂട്ടിലിറ്റി ഈസ് എ മെന്റൽ ഫീലിംഗ്. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു മാനസിക അവസ്ഥയാണ്. ഇറ്റ് കനോട്ട് ബി കമ്പയർഡ് ഓർ മെഷേർഡ്. ഇതൊരിക്കലും ഒരാൾക്ക് അളന്നു നോക്കാനോ താരതമ്യം ചെയ്യാൻ പറ്റുന്നതോ ഒന്നും അല്ല. അപ്പൊ ഈ തിയറിയുടെ ആൻസർ ഇവിടെ പൂർത്തിയായി വേണം. ഒന്നുകൂടെ ഓർമ്മിച്ച് നോക്കിക്കോളൂ എല്ലാവരും.